വീണ്ടും മലയോരത്ത് നിന്നും വിലാപങ്ങളാണ് കേൾക്കാൻ കഴിയുന്നത്. കാട്ടാനയുടെ ആക്രമണത്തിൽ പൊരിഞ്ഞത് 3 ജീവനുകളാണ്. ഇന്നലെ വൈകിട്ട് ഇടുക്കി പെരുവന്താനത്ത് സോഫിയെ കാട്ടാന ചവിട്ടിക്കൊന്നു. വയനാട് നൂൽപ്പുഴയിൽ മാനുവിനെ ആന തുമ്പിക്കൈ കൊണ്ട് എറിഞ്ഞു കൊലപ്പെടുത്തി. പിന്നീട് തിരുവനന്തപുരം പാലോടിൽ ബാബുവിനെ കാട്ടാന ചവിട്ടിക്കൊന്നത് 5 ദിവസത്തിന് ശേഷമാണ് പുറം ലോകം അറിഞ്ഞത്. അപ്പോൾ അരക്ഷിതമായ ഒരു സാഹചര്യത്തിലൂടെ മലയോര ജനത പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് പറഞ്ഞവരെ ആശ്വസിപ്പിക്കും? പറയുന്ന സർക്കാർ പലതും പറയുന്നുണ്ട്, പല വാഗ്ദാനങ്ങളും വനമന്ത്രി നൽകുന്നുണ്ട്. ഈ സംഭവങ്ങൾ നടക്കുമ്പോഴൊന്നും അവിടേക്ക് വനമന്ത്രി എത്താറില്ല, മാറിയിരുന്ന് പ്രതികരണങ്ങൾ നടത്തും. ഇനി എത്ര പേരെ ഇങ്ങനെ കൊലക്കി കൊടുക്കാൻ കഴിയുമെന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത്. പരിശോധനയിലേക്ക് പോയി കഴിഞ്ഞാൽ സംഷാദ് മരക്കാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഷീജ സതീഷ് നൂൽപ്പുഴ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ്. ജോൺ പെരുവന്താനം കൂടി പരിസ്ഥിതി പ്രവർത്തകൻ, പൊതുപ്രവർത്തകൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി ഷീജ സതീഷ്, വല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് അവിടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. കാരണം പല ജീവിത സാഹചര്യങ്ങളിലൂടെ ബുദ്ധിമുട്ടി പോകുന്ന ഒരു ജനത. അപ്പോൾ അവർക്ക് മുന്നിൽ ഒരുപാട് പദ്ധതിയൊക്കെ ഉണ്ട്, വാഗ്ദാനങ്ങളൊക്കെ ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്ന സാഹചര്യമാണ്. ആ സാഹചര്യത്തിലാണ് ഒരു ജീവൻ പൊലിയുന്നത്. അപ്പോൾ വലിയ പ്രതിഷേധമാണെന്ന് അവിടെ ഉയർന്നത്. ഏത് സാഹചര്യത്തിലായിരുന്നു നിങ്ങൾക്കൊക്കെ ജനപ്രതിനിധികൾക്ക് അടക്കം നേരിട്ടിറങ്ങി പ്രതിഷേധിക്കേണ്ടി വന്ന സാഹചര്യം ഷീജ? ഷീജ, കേൾക്കാമോ? ഹലോ കേൾക്കാം. ജനങ്ങൾക്ക് അവിടെ പ്രതിഷേധിക്കേണ്ടി വന്ന സാഹചര്യം എന്തുകൊണ്ടാണ്? വലിയൊരു അവിടെ ജനങ്ങളുടെ ഒരു പ്രതിഷേധം തന്നെ ഉണ്ടായിരുന്നു. കാരണം നൂൽപ്പുഴയെ സംബന്ധിച്ച് പല ഏരിയയിലും ജനവാസ മേഖലയിലേക്കാണ് ഈ കാട്ടാന ശല്യം രൂക്ഷമായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ജനങ്ങളെല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ട് കൃത്യമായ ഒരു തീരുമാനത്തിലെത്തിയതിന് ശേഷം മാത്രമേ ബോഡി ഇവിടുന്ന് എടുക്കാൻ കഴിയുകയുള്ളൂ എന്നൊരു നിർദ്ദേശപ്രകാരമാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് വലിയൊരു പ്രതിഷേധം തന്നെ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം DFO അവിടെ എത്തിച്ചേരുകയും ഒരു തീരുമാനത്തിലെത്തിയതിന് ശേഷമാണ് ബോഡി അവിടുന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. അങ്ങനെ പ്രതിഷേധിക്കേണ്ടി വന്ന സാഹചര്യം എന്താണ്? കാരണം മുൻപും അങ്ങനെ വലിയ കടുത്ത അക്രമങ്ങളോ അല്ലെങ്കിൽ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഒരു മേഖലയാണ്. അപ്പോൾ ഈ സംവിധാനങ്ങളുടെ പിഴവ് എന്തൊക്കെയാണ് അവിടുത്തെ ജനത ചൂണ്ടിക്കാട്ടുന്നത്? അവിടെ വെച്ചാൽ റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തിയിട്ട് ധാരാളം ജനറൽ വിഭാഗത്തിലുള്ള ആളുകൾ അവിടുന്ന് മാറി താമസിച്ചിട്ടുണ്ട്. അവരെ കാടിൻ്റെ ഉള്ളിലായിട്ടൊരു 3 വീടാണ് അവിടെ ഉള്ളത്. അതിൻ്റെ ഇപ്പുറത്തായിട്ട് കാപ്പാട് കുണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്തും 9ഓളം കുടുംബങ്ങളുണ്ട്. അപ്പോൾ ഈ കാപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 3 വീടുകൾ മാത്രമായിട്ട് 6 കുടുംബം താമസിക്കുകയാണ്. അപ്പോൾ അവരെ എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറ്റിയാൽ മാത്രമേ ആ ഒരു മേഖല നമുക്ക് നല്ലൊരു സേഫാണെന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ജനങ്ങൾ മുഴുവൻ ജനറൽ വിഭാഗത്തിലുള്ള ആളുകൾ അവിടുന്ന് മാറി താമസിച്ചു. അതുപോലെ തന്നെ ധാരാളം ഏരിയകളിൽ നമുക്ക് ഈ ഉന്നതികളിൽ എത്താൻ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഏരിയകളിലൊക്കെ തന്നെ കാട്ടാനശല്യ രൂക്ഷമായ പ്രദേശങ്ങളാണ്. ഇതിനു മുൻപും വർഷങ്ങൾക്ക് മുൻപും കാപ്പാട് ആ ഭാഗങ്ങളിലായിട്ട് കടുവയുടെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിലും കാട്ടാന ശല്യം, കാട്ടാന മാത്രമല്ല കടുവ, പന്നി, മാന്, കുരങ്ങടക്കമുള്ള ശല്യങ്ങൾ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളെല്ലാവരും തന്നെ വളരെ വികാരത്തോടു കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. അതുമാത്രമല്ല നമ്മുടെ പഞ്ചായത്ത് റീബിൽഡ് പദ്ധതി, ഈ സ്വയം സന്നദ്ധ നവീകരണ പദ്ധതി എന്ന സെൻട്രൽ പ്രോജക്റ്റ്, അതും കാലഹരണപ്പെട്ട ഒരു പ്രോജക്റ്റാണ്. ആ കാലഹരണപ്പെട്ട പ്രോജക്റ്റിൻ്റെ പരിധിയിലേക്ക് ഈ പാവപ്പെട്ട ജനതയ്ക്ക് അവർക്ക് ആനുകൂല്യം ലഭ്യമാകുന്നില്ല എന്ന വിമർശനം ഉയർത്തിയ സർക്കാർ തന്നെയാണ് ഈ പദ്ധതി റീബിൽഡ് കൊണ്ടുവരുന്നത്. അവിടെയും ഈ ജനവിഭാഗത്തെ സംബന്ധിച്ചോളം അരക്ഷിതമായ ഒരു സാഹചര്യത്തിന് പരിഹാരമുണ്ടാകുന്നില്ല എന്നതാണോ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം സർക്കാരൊക്കെ കാണേണ്ടത് കൂടി? തീർച്ചയായിട്ടും അതിൽ സ്വയം താല്പര്യപ്രകാരം പോകുന്ന ആളുകളാണുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ST വിഭാഗത്തിലുള്ള ആളുകൾ അവിടെ മാറി നിൽക്കുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. കാരണം അവരുടെയും കൂടെ ഒന്നിച്ചു മാറ്റുകയാണെങ്കിൽ മാത്രമേ ആ ഒരു ഭാഗം അല്ലെങ്കിൽ അവർ സേഫാണെന്ന് പറയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അത് സ്വന്തം ഇഷ്ടപ്രകാരം അത് 5 സെൻറ്റ് ഭൂമിയുള്ളവർക്കും 5 ഏക്കർ ഭൂമിയുള്ളവർക്കും ഒരേ തുകയാണ് നൽകപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ 5 സെൻറ്റ് ഭൂമിയുള്ള ആളുകൾ മാറി താമസിക്കുകയും 5 ഏക്കർ ഭൂമിയുള്ള ആളുകൾക്ക് മാറാനുള്ള ഒരു ഇഷ്ടക്കേട് അവിടെ ഉണ്ടാവുകയും ചെയ്യുന്നു. അതുമാത്രമല്ല കോളനി ഉന്നതികളിലുള്ള ആളുകളെ ഇതിനകത്ത് മാറ്റി പാർപ്പിക്കാനുള്ള ഒരു പ്രൊവിഷൻ ഇല്ല. തമിഴ്നാടിന്റെ വനഭൂമിയോട് ചേർന്ന്, തമിഴ്നാടിന്റെ മേഖലയോട് ചേർന്ന ഒരു പ്രദേശമാണ്. എന്നാൽ കേരളത്തിൽ അവർ തമിഴ്നാട്ടിൽ താമസിക്കുന്നു, കേരളത്തിലേക്ക്. അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളിൽ നിന്നൊക്കെ തന്നെ ഈ വന്യമൃഗങ്ങൾ ഇറങ്ങിയേക്കാം. അപ്പോൾ 2 സംവിധാനങ്ങളാണ് അവിടെ ഏകോപനമൊക്കെ നടത്തേണ്ടത്. അപ്പോൾ അതിന്റെ ഒരു പ്രശ്നം കൂടി ഉണ്ടല്ലേ?
ഈ പറഞ്ഞ മേഖലയിൽ? അതുകൊണ്ട് കർണാടക തമിഴ്നാട് ബോർഡർ പങ്കിടുന്ന ഒരു പഞ്ചായത്താണ് നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത്. അതുകൊണ്ട് തന്നെ ഈ 3 വിഭാഗങ്ങൾ 3 സംസ്ഥാനങ്ങളുടെയും ഉദ്യോഗസ്ഥർ, അതായത് മേൽത്തട്ടിലുള്ള ആളുകൾ ഇരുന്ന് കളക്ടർ അടക്കം ഇരുന്ന് ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ 3 സംസ്ഥാനങ്ങളിലെയും നമ്മുടെ DFOമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ കളക്ടർക്ക് ലെറ്റർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. തീർച്ചയായും ഞാൻ മടങ്ങിയെത്താം. ശ്രീ സംഷാദ് മരക്കാർ, വല്ലാത്തൊരു ഗതികേടാണ്. നമ്മൾ എത്രയോ ചർച്ചകൾ ഇതേ ഫ്ലോറിൽ വീണ്ടും വീണ്ടും ചർച്ചകൾ നടത്തേണ്ട വല്ലാത്തൊരു ഗതികേടാണ്. ഈ പറഞ്ഞ പോലെ ഈ 10 ലക്ഷം ചെക്കൊപ്പിട്ട് കളക്ടർമാർ നിൽക്കേണ്ട അവസ്ഥയാണ്. കാരണം ഓരോ മരണങ്ങൾ മലയോരത്ത് ഓരോ ജീവനുകൾ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്കും ഒരു ദിവസം 1-2 ദിവസമൊക്കെ ചർച്ചകൾ നടക്കും, പിന്നീട് ഒന്നുമില്ല. വനമന്ത്രി ആ ഏരിയയിൽ പോലും പോകുന്നില്ല, തിരിഞ്ഞു നോക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് നാട്ടുകാർക്ക് പോലും മനസ്സിലാകാത്ത സ്ഥിതിയാണ്. അപ്പോൾ ഈ ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട നമ്മുടെ തിരുവനന്തപുരത്തെ ആയാലും പെരുവന്താനത്തെ സംഭവമായാലും അതിലൊക്കെ വലിയ അനാസ്ഥ വനം വകുപ്പിൻ്റെതായി ഉണ്ട് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. എന്താണ് ശ്രീ സംഷാദ് മരക്കാരന് ഇന്നത്തെ വയനാട്ടിലെ സംഭവവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? തീർച്ചയായും താങ്കൾ പറഞ്ഞതുപോലെ നമ്മൾ ഒരുപാട് തവണ വന്യമൃഗശല്യവും അതുമായി ബന്ധപ്പെട്ടുള്ള മരണങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് മാതൃഭൂമിയിൽ തന്നെ നമ്മൾ ചർച്ചയിൽ പങ്കെടുത്ത ആളുകളാണ്. അത് ഓരോ ചർച്ചകൾ അവസാനിക്കുകയും മരണം വർദ്ധിച്ചു വരികയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് പെരുവന്താനത്താണെങ്കിലും പാലോട് സംഭവിച്ചതാണെങ്കിലും വയനാട്ടിലെ നൂൽപ്പുഴയിൽ സംഭവിച്ചതാണെങ്കിലും ഒക്കെ. പക്ഷെ ഇന്ന് നൂൽപ്പുഴയിൽ പോയ സമയത്ത് അവിടുത്തെ ആളുകളുടെ പ്രതിഷേധം എന്ന് പറയുന്നത് പല കാര്യങ്ങളിലാണ്. അതിൽ ചില കാര്യങ്ങളെന്ന് പറയുന്നത് വനം വകുപ്പിന് ഒരു തരത്തിലും ബുദ്ധിമുട്ടില്ലാത്ത കൈകാര്യം ചെയ്യാവുന്ന വിഷയങ്ങളെ കൈകാര്യം ചെയ്യാത്തത് കൊണ്ട് ജനങ്ങൾക്കുണ്ടായ പ്രയാസമാണ്. അതിലൊന്ന് അവിടെ ഫെൻസിങ് പൂർത്തിയാക്കുക എന്ന് പറയുന്നത് ജനങ്ങളുടെ ആവശ്യമാണ്. അത് 1.5 കിലോമീറ്റർ ദൂരപരിധിയിൽ ഫെൻസിങ് പൂർത്തിയാക്കാനേ ഉള്ളൂ. ആ മേഖലയിലെ ഫെൻസിങ് പൂർത്തിയാക്കിയിരുന്നുവെങ്കിൽ ജനങ്ങളുടെ ഒരു ആക്ഷേപത്തിന്, ഒരു പരാതിക്ക് പരിഹാരം ഉണ്ടാകുമായിരുന്നു. അത് വനം വകുപ്പ് ചെയ്തില്ല. മാസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രദേശത്തെ ആളുകളും ജനപ്രതിനിധികളും പഞ്ചായത്തിൻ്റെ അധികൃതരുമൊക്കെ DFOവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവരെ അറിയിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ അവിടെ ട്രെഞ്ച് നന്നാക്കണമെന്നുള്ളതും ഫെൻസിങ് പൂർത്തിയാക്കണമെന്നുള്ള ആവശ്യത്തെ ഒരു തരത്തിലും ഗൗനിക്കാൻ വനം വകുപ്പ് തയ്യാറായില്ല. ഇന്ന് അതേ സ്ഥലത്തൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി, ഒരു മരണം സംഭവിച്ചപ്പോഴാണ് DFO സ്ഥലത്ത് വരുന്നത്. ആളുകളുടെ പ്രതിഷേധം സ്വാഭാവികമായി ഉണ്ടാകും. അതിനേക്കാൾ ഗൗരവതരമുള്ള കാര്യമെന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പോലും ആവശ്യപ്പെട്ടിട്ട് പഞ്ചായത്ത് തല ജാഗ്രതാ സമിതി എന്ന് പറയുന്ന ഒരു മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിങ്ങിനകത്ത് DFO അടക്കം ഇതുവരെയുള്ള ഇദ്ദേഹത്തിന് മുമ്പുള്ള വൈൽഡ് ലൈഫിലെ വാർഡനടക്കം എല്ലാവരും പങ്കെടുക്കുകയും ഓരോ പ്രദേശത്തും ജനങ്ങളും ഫോറസ്റ്റും പഞ്ചായത്തും എല്ലാവരും ചേർന്നുകൊണ്ട് ഉള്ള ചില ഏകോപനങ്ങളൊക്കെ സൃഷ്ടിക്കാറുണ്ടായിരുന്നു. പക്ഷേ 8 തവണയോളം കത്ത് കൊടുത്തിട്ടും പഞ്ചായത്ത് തല ജാഗ്രതാ സമിതിയിൽ ഞാൻ പങ്കെടുക്കേണ്ടതില്ല എന്ന് പറയുകയും എൻ്റെ സബോർഡിനേറ്റായ ഏതെങ്കിലും സ്റ്റാഫ് വന്ന് പങ്കെടുത്തോളൂ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നൊരു വൈൽഡ് ലൈഫ് വാർഡൻ. പ്രതിഷേധം സ്വാഭാവികമായി ജനങ്ങൾക്ക് ഉണ്ടാവും. ഇന്ന് ആ ആളുകൾ തടഞ്ഞു വെച്ച് അദ്ദേഹത്തിനോട് ഇത്തരം അങ്ങേയറ്റ നിസ്സംഗത മനോഭാവമുള്ള ആളുകളെ ഇത്തരം ഏരിയകളിൽ അവർ പോസ്റ്റ് ചെയ്യുന്നതെന്നാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയാതെ പോകുന്നത്. എന്താണ് വനം മന്ത്രി ഈ സംഭവം എല്ലാം കഴിഞ്ഞ് വന്ന് ഒരു തട്ടിക്കൂട്ടി മീറ്റിംഗ് നടത്തി പുതിയ വാഗ്ദാനങ്ങൾ ചെക്കൊപ്പിട്ടാണ് ഇപ്പോൾ നടക്കുന്ന ഉദ്യോഗസ്ഥർ. കാരണം എവിടെയും എന്ത് സംഭവിക്കാം, 10 ലക്ഷം അങ്ങ് എഴുതി കൊടുക്കുക, ആ ഒരവസ്ഥയിലേക്ക് കേരളം എത്തുകയാണ്. അപ്പോൾ എന്താണ് സംവിധാനങ്ങളുടെ കുറവാണോ? ഈ ഫെൻസൊക്കെ എന്ന് പറഞ്ഞുവല്ലോ, ഒന്ന് വിചാരിച്ചാൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഫണ്ട് ഈ ബജറ്റിൽ വകയിരുത്തുന്നു, അതെല്ലാ വർഷവും കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ വകയിരുത്തുന്നു. ഈ വകയിരുത്തൽ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ചെയ്യാൻ കഴിയാതെ പോകുന്നത് എന്താണ് പ്രശ്നം അവിടെ? അല്ല, ഇതൊന്നും ഒരു ഗൗരവത്തിൽ ഉള്ള ഒരു വിഷയവും ആ പ്രദേശത്തില്ല. ആ പ്രദേശത്ത് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. വനം വകുപ്പിൻ്റെ നിസ്സംഗത തന്നെയാണ്. പിന്നെ വനം വകുപ്പ് മന്ത്രിയെക്കുറിച്ച് എല്ലാ വിഷയങ്ങളും അവസാനിക്കുമ്പോൾ അദ്ദേഹം ഒരു മീറ്റിംഗ് വിളിക്കും, ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ്. അത് കഴിഞ്ഞ് ഉദ്യോഗസ്ഥരെ മുഴുവൻ അഭിനന്ദിച്ച് അദ്ദേഹം കടന്നു പോകും. ഇതാണ് വയനാട്ടിൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ജനപ്രതികളുടെ മീറ്റിംഗ് ഇപ്പോൾ വിളിക്കാറില്ല. പങ്കെടുത്ത് പാടാനൊക്കെ നല്ല ഊർജ്ജമുണ്ട്, നന്നായിട്ട് പാടി ആസ്വദിക്കാം, അതിനൊക്കെ ഊർജ്ജമുണ്ട്. പക്ഷേ ഇക്കാര്യം വരുമ്പോൾ അദ്ദേഹം അങ്ങ് ഒതുങ്ങിപ്പോവുകയാണ്. ചുറുചുറുക്കുള്ള ഏതെങ്കിലും ഒരു മന്ത്രിയെ ഇത്രയും ജനകീയ അരക്ഷിതമായിട്ടുള്ള ഒരു പ്രശ്നത്തിൽ വകുപ്പ് മാറ്റി കൊടുക്കേണ്ട ഒരു സമയം അത് അതിക്രമിച്ചു കഴിഞ്ഞു. അപ്പോൾ വനം മന്ത്രിയുടെ പിടിപ്പുകേട് കൂടി ഇവിടെ പ്രകടമാകണം. അദ്ദേഹത്തിനോട് ചോദിച്ചാൽ ഒരുപക്ഷെ അദ്ദേഹം പറയും, ഞാനാണോ അല്ലെങ്കിൽ വന്യമൃഗത്തെ ഇളക്കി വിട്ടത് എന്ന തരത്തിലുള്ള മനോഭാവമാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നത് പച്ചയായ യാഥാർത്ഥ്യമല്ലേ? അല്ല, തീർച്ചയായും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ
ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചാൽ പോലും ജനങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും, വനം വകുപ്പ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു, പക്ഷേ നിർഭാഗ്യവശാൽ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി എന്ന് പറയും. പക്ഷേ ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല. മീറ്റിങ്ങിൽ പങ്കെടുക്കാതെ വൈൽഡ് ലൈഫ് വാർഡൻ, അപ്പോൾ അവിടെ ആളുകൾ പ്രതിഷേധിക്കുമ്പോൾ അയാൾ ഈ മാസം 21-ാം തീയതി നടക്കുന്ന മീറ്റിങ്ങിൽ പങ്കെടുക്കാമെന്ന് പറയുന്നു. അങ്ങനെയാണ് ഒരു ഉദ്യോഗസ്ഥൻ പങ്കെടുക്കേണ്ടത്? 1.5 കിലോമീറ്റർ ഫെൻസിങ് തീർക്കാൻ പണമില്ലെങ്കിൽ പണം കൊടുക്കേണ്ടത് സർക്കാരാണ്. ഇനി സംസ്ഥാനത്തെ വന്യമൃഗ ആക്രമണങ്ങളെല്ലാം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചാൽ സംസ്ഥാന ദുരന്ത നിവാരണത്തിൻ്റെ ഭാഗമായ പണം ഇതിന് ഉപയോഗിക്കാൻ കഴിയണം. DDMA-യുടെ പണം ഇതിനകത്ത് ഉപയോഗിക്കാൻ കഴിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യില്ല. ആളുകൾ പ്രതിഷേധിക്കുമ്പോഴാണ് ഇതിൽ തീരുമാനം ഉണ്ടാകേണ്ടത്. അപ്പം ഞങ്ങളടക്കമുള്ള ജനപ്രതികളടക്കം, ഞാൻ ഇന്ന് അവിടെ നിന്ന് തന്നെ അവരോട് പറഞ്ഞു, നമ്മളൊരു വാക്കും വ്യവസ്ഥയും പറഞ്ഞ് അത് പാലിക്കുന്നില്ല എന്ന് ജനങ്ങൾക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്ന വാക്കിനെ ജനങ്ങൾ മുഖവിലക്കെടുക്കാത്തത്. ഒന്നും ചെയ്യില്ല. അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. പിന്നെ വനം വകുപ്പ് മന്ത്രി ഓരോ തവണ വന്ന് ഓരോ പ്രഖ്യാപനങ്ങൾ നടത്തി പോകും. ആ പ്രഖ്യാപനങ്ങൾക്ക് ഒരു ഫോളോ അപ്പും വയനാട്ടിലില്ല. ഇപ്പോൾ റീബിൽഡ് കേരളയിൽ കാടിനകത്ത് താമസിക്കുന്ന ആളുകൾക്ക് സ്വയം സന്നദ്ധ പുനരധിവാസമുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ പോലെ അതിൽ പട്ടികവർഗ പട്ടികജാതി വിഭാഗത്തിൽ പെടുന്ന ആളുകൾ വരുന്നില്ല. ഇത് 3-4 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഇഷ്യൂസുമായി ബന്ധപ്പെട്ട 5-6 കത്ത് വയനാട്ടിൽ നിന്നും വനം വകുപ്പ് മന്ത്രിക്ക് നൽകിയിട്ടുണ്ട്. അത് വളരെ ഗൗരവത്തോടെ ഇനിയെങ്കിലും എന്ന് പറഞ്ഞാൽ അതിൻ്റെ സമയമൊക്കെ അതിക്രമിച്ചു കഴിഞ്ഞു. ഓരോ ആളുകൾ, ഓരോ കുടുംബങ്ങൾ അനാഥമാവുകയാണ്. ശ്രീ ജോൺ പെരുവന്താനം, അങ്ങ് പ്രദാനം ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ അവിടെ ഉണ്ടായിട്ടുള്ള ഈ സംഭവത്തിലും സോഫി എന്ന് പറയുന്ന ഒരാളുടെ ജീവൻ നഷ്ടമാവുകയാണ്. അവിടെയും ഒരു കുടുംബം അനാമതമാകുന്നു. ഈ വർഷത്തെ മാത്രം കണക്കെടുക്കുക, ഈ വർഷമെന്ന് പറയണ്ട, അത് ദീർഘമായി പോകും. ഇത് 6 ആഴ്ച എടുത്തു നോക്കിയാൽ 7 ജീവനുകൾ, 7 കുടുംബങ്ങൾ, 7 വീടുകളിലെ വിലാപങ്ങൾ. അപ്പോൾ ഇതൊക്കെ ആര് കേൾക്കണം? ഇത് ആരോട് പറയും? നമ്മൾ എങ്ങനെ ആ മനുഷ്യർ ജീവിക്കുന്ന ആളുകളെ കുറിച്ച് ഓർത്തു നോക്കൂ. അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് സ്വൈര്യമായിട്ട് സ്കൂളിലേക്ക് പോകാൻ കഴിയുമോ? നമ്മളൊക്കെ ഒരു നായയോ അല്ലെങ്കിൽ നായയുള്ള സ്ഥലത്ത് പോലും ഇറങ്ങാൻ നമുക്കൊക്കെ പേടിയാണ്. അപ്പോൾ ഈ വന്യമൃഗങ്ങൾ, കൊലവിളിക്കുന്ന, ചിഹ്നം വിളിക്കുന്ന കാട്ടാനയുടെയൊക്കെ മുന്നിൽ പഠിക്കുന്ന, അതുവഴി സ്കൂളിൽ പോകുന്ന കുട്ടികളെ ഓർത്തു നോക്കൂ. അതൊക്കെ അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ. മന്ത്രിമന്ദിരങ്ങളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇതൊന്നും അറിയില്ല. അപ്പോൾ ഈ സംവിധാനത്തിൻ്റെ പിഴവാണോ? അവിടെ ആ സോഫിയുടെ ഭർത്താവ് ഇന്ന് ഹൃദയം പൊട്ടി വിലപിക്കുന്നുണ്ട്. ഈ സംഭവം ഞാൻ എത്രയും നാളുകൾക്ക് മുമ്പേ അധികാരികളോടൊന്ന് പറഞ്ഞതാണ്, ഒന്ന് വന്ന് തിരിഞ്ഞൊന്ന് നോക്കൂ എന്ന്. അപ്പോൾ നോക്കിയില്ല. അപ്പോൾ കൊലയ്ക്ക് കൊടുത്തതല്ലേ ഇവിടുത്തെ അധികാരവർഗം കൂടി ഈ കുടുംബത്തെ അനാഥമാക്കിയതിൻ്റെ ഉത്തരവാദിത്തമില്ലേ ശ്രീ ജോൺ പെരുവന്താനം? തീർച്ചയായും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഈ ഇന്നത്തെ സാഹചര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റിന് മാത്രമായി വനസംരക്ഷണം സാധ്യമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ കാരണം, കേരള സംസ്ഥാനത്തിൻ്റെ ആകെ നീളം 560 കിലോമീറ്റർ മാത്രമാണ്. പക്ഷേ കേരളത്തിലെ വനത്തിൻ്റെ അതിർത്തികളുടെ നീളം 16,280 കിലോമീറ്ററാണ്. എന്ന് പറഞ്ഞാൽ അമീബിയുടെ കാല് പോലെ ഇങ്ങനെ വളഞ്ഞും പുളഞ്ഞും ഇങ്ങനെ വനത്തിനുള്ളിലേക്ക് ജനവാസ മേഖലകൾ കയറിയും ഇറങ്ങിയായി ഏതാണ്ട് 16,280 കിലോമീറ്റർ ദൈർഘ്യമാണ് ഈ വന അതിർത്തികൾക്കുള്ളിലുള്ളത്. അപ്പൊ ഇത്രയും നീളമുള്ള ഒരു വനാതിർത്തി സംരക്ഷിക്കുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന് ശാസ്ത്രീയമായ പരിഹാരം കാണുക എന്നുള്ള മാത്രമാണ് മാർഗം. അതായത് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അതിരുകൾ നിർണയിച്ച് ആ അതിരുകളുടെ അടിസ്ഥാനത്തിൽ ഫെൻസിങ് ഇടുകയും ഇടുകയും ചെയ്ത് അങ്ങനെ ഇതിന്റെ അളവ് തന്നെ ആദ്യം കുറയ്ക്കണം. അങ്ങനെ അളവ് കുറച്ചാലാണ് ഇത് ശാസ്ത്രീയമായി സംരക്ഷിക്കാൻ പറ്റുള്ളൂ. അതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടി ഇടപെടൽ ഉണ്ടാവണം, തീരുമാനം ഉണ്ടാവണം. ഈ കേരള ഗവൺമെന്റ് നമ്മൾ എത്രയോ ആളുകളെ കൊലയ്ക്ക് കൊടുത്തു. അതിനുശേഷം ഉണ്ടാകുന്ന പല മീറ്റിങ്ങുകളും ജാഗ്രതാ സമിതികൾ വിളിക്കുന്നു, ഫണ്ട് അലോട്ട് ചെയ്യുന്നു, ഫെൻസ് നിർമ്മിക്കുമെന്ന് പറയുന്നുണ്ട്. വനത്തിൽ കൊണ്ടുപോയി ഈ മൃഗങ്ങൾക്ക് ഭക്ഷണം നൽകും, അവിടെ കൊണ്ടുപോയി ചെടികൾ തദ്ദേശീയമായുള്ള വേർതിരിച്ചുകൊണ്ട് ചെയ്യും. അങ്ങനെയൊക്കെയുള്ള വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ. കാര്യപ്രാപ്തിയോടുകൂടി എന്തെങ്കിലും ചെയ്യുന്നുണ്ട്? ഓരോ മരണങ്ങൾ സംഭവിച്ച ശേഷം ഈ 10 ലക്ഷത്തിൻ്റെ ചെക്ക് കൊടുക്കുമ്പോൾ അവിടെ തീരുന്ന രീതിയിലേക്ക്, അതോടുകൂടി ഞങ്ങളുടെ കർത്തവ്യം അങ്ങ് തീർന്നു കഴിഞ്ഞു എന്ന രീതിയിലാണ്. ഉദ്യോഗസ്ഥർക്കുമൊക്കെ ഇതിൽ പങ്കില്ലേ, ഉത്തരവാദിത്വം ഇല്ലേ ശ്രീ ജോൺ പെരുവന്താനം? തീർച്ചയായും ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാല്, ഇന്നത്തെ വനപരിപാലന രീതി തികച്ചും അശാസ്ത്രീയമാണ്. നമുക്ക്
ശാസ്ത്രീയമായിട്ടുള്ള ഒരു വനപരിപാലന രീതി തന്നെ വേണം. ഇതിപ്പോ ജനങ്ങളുടെ ജീവനും സുരക്ഷിതത്വമില്ല, വന്യജീവികളുടെ ജീവനും സുരക്ഷിതത്വമില്ല. ഇതിന് അടിസ്ഥാനപരമായ ഒരു കാരണം എന്ന് പറയുന്നത് 1918 ഉണ്ടായിട്ടുള്ള വെള്ളപ്പൊക്കം. ആ വെള്ളപ്പൊക്കത്തിൽ ഏറ്റവും കൂടുതൽ നാശം സംഭവിച്ചിട്ടുള്ളത് നമ്മുടെ വനമേഖലയ്ക്കാണ്. പക്ഷെ ഇന്ന് വരെ അത് ആരും ആ നിലയിൽ പരിശോധിച്ചിട്ടില്ല. കാരണം വനത്തിനുള്ളിൽ ഒരു 2 അടി 3 അടിയുള്ള ഒരു ബെഡ്, ഹ്യൂമസ് എന്ന് പറഞ്ഞിട്ടുണ്ടാകും, ക്ലേദം. ആ ബെഡിലേക്കാണ് മരങ്ങളുടെ വിത്തുകൾ വീണ് മുളയ്ക്കുന്നത്. സെക്കൻഡറി സ്പീഷീസുകൾ അങ്ങനെ മുളച്ചിട്ടാണ് വനം സമൃദ്ധമായി തീറ്റയുള്ള ഇടവായി നിൽക്കുന്നത്. ഈ 2018 വെള്ളപ്പൊക്കത്തില് ഈ ക്ലേദം മുഴുവൻ, അതായത് ഹ്യൂമസ് മുഴുവൻ കൂടെ ഒലിച്ച് ഇറങ്ങിപ്പോവുകയും പാറ പോലെ തെളിഞ്ഞ പ്രദേശമായി വനാന്തരം രൂപാന്തരപ്പെടുകയും ചെയ്തു. അവിടെ പിന്നീട് വന്യജീവികൾക്ക് ഒട്ടും തീറ്റ കിട്ടാനുള്ള സാധ്യത ഇല്ലാതായി, വെള്ളവും ലഭ്യമല്ലാത്ത സാഹചര്യം ഉണ്ടായി. അങ്ങനെ വെള്ളവും തീറ്റയും ഇല്ലാത്ത സാഹചര്യത്തിൽ പുറത്തേക്ക് ഇറങ്ങിയ കൃഷിയിടം വളരെ മനോഹരമായ പച്ചപ്പാണ്, അവിടെ ധാരാളം തീറ്റയുണ്ട്, അവിടെ വെള്ളമുണ്ട്. അതുകൊണ്ട് എല്ലാ ജീവജാലങ്ങളും കാടിന് വെളിയിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായി. അതിന് പ്രോത്സാഹനം കൊടുക്കാവുന്ന രൂപത്തിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളൊക്കെ മാലിന്യങ്ങളൊക്കെ കാടിന്റെ അതിർത്തിയിലും കാടിനകത്തും ഒക്കെ കൊണ്ട് വലിച്ചെറിഞ്ഞു. അതുപോലെ മലയോര മേഖലകളിൽ ഒരുപാട് മനുഷ്യർക്ക് കൃഷികൾ ഉപേക്ഷിച്ച് വെറുതെയുള്ള കാട് പോലെ സ്ഥലം ആക്കിയിട്ടു. അപ്പൊ അവിടെയൊക്കെ ഈ കാട്ടുപന്നിക്കും കടുവയ്ക്കും ഒക്കെ വരാനുള്ള സാഹചര്യം ഉണ്ടായി. കാട്ടുപന്നി കാട് വിട്ട് പുറത്തിറങ്ങിയാൽ അത് പിന്നെ തിരിച്ചു കയറില്ല. സ്വാഭാവികമായിട്ടും കാട്ടിൽ ഇത്തരം തീറ്റ കിട്ടാതെ വരുമ്പോൾ കടുവായും പുലിയും ഒക്കെ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾ ഈ കാട്ടുപന്നി പോലുള്ള മാൻ പോലുള്ള ജീവികളെ അന്വേഷിച്ച് കാടിന് പുറത്തേക്ക് വരിക സ്വാഭാവികമാണ്. ആനയുടെ അവസ്ഥയും ഏതാണ്ട് ഇത് തന്നെയാണ്. ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ അത് ശാസ്ത്രീയമായിട്ടുള്ള ഗവേഷണം നടത്തിയിട്ടുള്ള പരിഹാരമാർഗമാണ് ഉണ്ടാവേണ്ടത്. അതിനിങ്ങനെ മനുഷ്യനെ കുരുതി കൊടുത്തിട്ട് യാതൊരു കാര്യവുമില്ല. ഗവൺമെന്റ് ഇതിൽ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ നടത്തണം. ഇവിടെ വാസ്തവത്തിൽ അത്തരമൊരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ചുറുചുറുക്ക് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ശ്രീ ജോൺ പെരുവന്താനം. ചുറുചുറുക്കോടുകൂടി ഓടി നിൽക്കണം. കാരണം ഇതൊരു ജനകീയ പ്രശ്നമാണ്. അവിടെ തളർന്നിരിക്കാൻ പാടില്ല. അതിന് നേതൃത്വം കൊടുക്കുന്ന മന്ത്രിയായാലും അത് പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കണം. എത്രയോ സംഭവങ്ങളായി എന്നുള്ളതാണ്. ശ്രീമതി ഷീജ സതീഷ്, നമ്മളിപ്പോൾ തത്സമയം കാണിച്ചത് അവിടെ മൃതദേഹവുമായി ആംബുലൻസ് തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധമൊക്കെ UDFിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വിമർശനത്തോടു കൂടി തന്നെയാണോ കാര്യങ്ങൾ പോകുന്നത്? പ്രത്യേകിച്ച് ഈ റീബിൽഡ് കേരള പദ്ധതിയുടെ ഭാഗമായിട്ട് തികച്ചും അശാസ്ത്രീയമായ രീതിയിലാണ് ഈ വിഭാഗം അതിൽ വരുന്നില്ല. മാത്രമല്ല അവിടെ 15 ലക്ഷം എന്ന പരിധി, അത് എത്രത്തോളം ഭൂമിയുള്ളവർക്കും ഒരേ സംഖ്യ തന്നെ, അതിൻ്റെ അശാസ്ത്രീയ സാഹചര്യങ്ങൾ പലരും ചൂണ്ടിക്കാട്ടി. അപ്പോൾ ഇതിലൊക്കെ ഒരു കാര്യശേഷി കുറവിൻ്റെ പ്രശ്നം കൂടി ഇതിനോട് നമ്മൾ ഇന്നത്തെ ദുരന്തത്തോട് ചേർത്ത് വായിക്കേണ്ടതുണ്ടല്ലേ? തീർച്ചയായും ഇത് പലപ്പോഴായിട്ട് നമ്മൾ ജനജാഗ്രതാ സമിതിയിലടക്കം ഈ പഞ്ചായത്തിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുള്ളതാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ ജനങ്ങളുടെ ആവശ്യാർത്ഥം DFO വിളിക്കുന്ന സമയത്ത് വൈൽഡ് ലൈഫ് വാർഡിൽ പങ്കെടുക്കാറില്ല എന്നുള്ളതാണ്. രേഖാമൂലം കൊടുത്താലും അവർ പങ്കെടുക്കാറില്ല. അതിൻ്റെ ഒരു പ്രതിഷേധം കൂടിയായിരുന്നു ഇന്നവിടെ ഉണ്ടായിട്ടുള്ളത്. കാരണം ജനങ്ങൾക്ക് നേരിട്ട് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവരെ ബോധിപ്പിക്കുക, വനംവകുപ്പിനെ അത് അറിയിക്കുക എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പം ഇന്ന് അവിടെ വന്ന സമയത്ത് അതിൻ്റെയും കൂടി ഒരു പ്രതിഷേധമായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം വർഷങ്ങൾക്ക് മുൻപ് ഈ 10 ലക്ഷം 15 ലക്ഷം എന്നുള്ളത് ഇന്നത്തെ സാഹചര്യത്തിൽ അതൊന്നും അല്ല. അതുമാത്രമല്ല നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത് പല ഏരിയകളും ജനവാസ മേഖല, അതായത് ഉന്നതികളൊക്കെ തന്നെ ഫോറസ്റ്റിനോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളാണ്. അപ്പം അത്തരത്തിൽ കാടും നാടും വേർതിരിച്ച് മുന്നോട്ട് പോവുക, ആ ഒരു സംവിധാനത്തിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ. നേരത്തെ ശ്രീ ശംസാദ് മരക്കാർ പറഞ്ഞുവല്ലോ, കാരണം ഈ ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതിൽ പോലും കാര്യശേഷിയില്ലാത്ത ഉദ്യോഗസ്ഥരെയാണ് പോസ്റ്റ് ചെയ്യുന്നത്. മാത്രമല്ല ഇത്തരം അടിയന്തര സാഹചര്യങ്ങൾ അടിയന്തരമായി പ്രഖ്യാപിക്കേണ്ട മേഖലകളായി പ്രഖ്യാപിക്കേണ്ട ഇടങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ നിസ്സംഗത ഈ പ്രശ്നങ്ങൾ വഷളാക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം പലപ്പോഴും നമ്മൾ ഫോറസ്റ്റ് ഓഫീസിലേക്ക് കയറി ചെന്നാൽ പോലും വന്യമൃഗശല്യത്തിൻ്റെ രൂക്ഷത പല ഭാഗങ്ങളിലും ഉള്ളത് നമ്മൾ ഫെൻസിങ് ആകട്ടെ, ട്രെഞ്ച് നവീകരണം അല്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് പോയാൽ പോലും അവിടെ അതിനുള്ള സംവിധാനങ്ങളില്ല, പൈസ ഇല്ല, അല്ലെങ്കിൽ സ്റ്റാഫ് ഇല്ല എന്നുള്ള ഒരു കാരണം പറഞ്ഞ് നമ്മളെ തിരിച്ചുവിടുന്നൊരു സാഹചര്യമാണുള്ളത്. അന്നും നമ്മളടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വന്യജീവികൾ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ സാധനമാണെന്നാണ് നമ്മളടുത്ത് പറഞ്ഞത്. ആയിക്കോട്ടെ, അത് ഓക്കെയാണ്. പക്ഷേ അത് കാട്ടിൽ ജീവിക്കുക,
നാട്ടിലേക്ക് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ, അവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് ഈ വന്യമൃഗങ്ങൾ ഇറങ്ങരുത് എന്നുള്ളതാണ് നമ്മളും പറയുന്നത്. ഇവർ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങൾ ഈ മലയോര മേഖലയിൽ ഈ സംവിധാനങ്ങൾക്കുണ്ടോ, വനം വകുപ്പിനൊക്കെ ഉണ്ട്? ഇവർ പറയുന്ന സത്യമാണോ? അവര് പറയുന്ന വെച്ചാൽ അവർക്ക് ഫണ്ട് ഇല്ല എന്നാണ് അവർ നമ്മളടുത്ത് പറയുന്നത്. പക്ഷെ ഫണ്ട് ഇല്ലെങ്കിൽ അവർക്ക് ധാരാളം കാര്യങ്ങൾ, അവരുടെ ഏരിയയിൽ വരുന്ന കാര്യങ്ങൾ അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഈ ജനവാസ മേഖലയിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾക്കാണ് അവർ തടസ്സം പറയുന്നത്. അതിനവരോട് പറയുമ്പോൾ സ്റ്റാഫില്ല, ഫണ്ടില്ല എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇല്ലെങ്കിൽ അവർ എവിടെ നിന്നാണ് ഫണ്ട് കിട്ടേണ്ടത്, ആ രീതിയിൽ അവർ ബന്ധപ്പെട്ട് ഫണ്ട് കൊണ്ടുവരണം എന്നുള്ളതാണ്. ശ്രീ സംഷാദ് മരക്കാർ, കേന്ദ്രത്തിന്റെ കൂടി ഇക്കാര്യത്തിൽ യോജിച്ചുള്ള ശക്തമായ രീതിയിലുള്ള ഇടപെടൽ ആവശ്യമാണ്. ഇവിടെ ഇപ്പോൾ പറഞ്ഞുവല്ലോ, അവിടെയൊക്കെ വിളിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് ഫണ്ടില്ല, കൈമലർത്തിയാണ്, ഞങ്ങൾക്കൊന്നും അറിയില്ല, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രം ഓടിച്ചാടി പിടിച്ച് ഓടിയെത്തും. അതും എത്തേണ്ട ആളുകൾ എത്തുന്നില്ല, കുറച്ച് പേരെ വിടുന്നു. അപ്പോൾ എന്താണ് യഥാർത്ഥ പ്രശ്നം അവിടെ? ഫണ്ടില്ലായ്മയുടെ പ്രശ്നമാണോ, കാര്യപ്രാപ്തിയുടെ പ്രശ്നമാണോ, അതോ വേണ്ട ഉദ്യോഗസ്ഥരുടെ കുറവുണ്ടോ? എന്താണ് ഇവർ നേരിടുന്ന പ്രശ്നം? ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം കാര്യപ്രാപ്തി ഇല്ലാത്തൊരു മന്ത്രി ഒരു വനം വകുപ്പിനെ നയിച്ചാൽ കേരളത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. അപ്പോൾ അദ്ദേഹം ഇടയ്ക്ക് പറയാറുണ്ട്, ഞാനാണോ ആനയെ പറഞ്ഞു വിടുന്നത്, ഞാനാണോ കടുവയെ പറഞ്ഞു വിടുന്നത്. ഇതാരും കടുവയും ആനയും പറഞ്ഞു വിടുന്നതല്ല. പക്ഷേ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു മന്ത്രി, ഒരു വിഷയമുണ്ടാകുമ്പോൾ അവിടുത്തെ ആളുകൾക്കൊരു കോൺഫിഡൻസ് നൽകാൻ കഴിയണം, അവിടെ എത്തി അവരെ കേൾക്കാൻ കഴിയണം, അവരുമായി ചേർന്ന് നിൽക്കാൻ കഴിയണം. ഇത്തരത്തിലൊരു ഇടത്തും അദ്ദേഹത്തിന് ഉണ്ടാവില്ല. എല്ലാ പ്രശ്നവും അവസാനിച്ചതിന് ശേഷം അദ്ദേഹം വയനാട്ടിൽ വരികയുള്ളൂ. ഇപ്പോൾ പ്രജീഷ് നോക്കിക്കോളൂ, ഈ മരണം കഴിഞ്ഞ്, ചടങ്ങുകൾ കഴിഞ്ഞ്, സഞ്ചയനം കഴിഞ്ഞ് മന്ത്രി വയനാട്ടിൽ വന്ന് ഫോറസ്റ്റ് ഗസ്റ്റ് ഹൗസിൽ ഒരു മീറ്റിംഗ് വിളിക്കും ഉദ്യോഗസ്ഥരുടെ. ഒരു വാർത്ത അദ്ദേഹം പത്രമാധ്യമങ്ങൾക്ക് കൊടുത്ത് പത്രക്കാരെ കണ്ട് അദ്ദേഹം തിരിച്ചു പോകും. ഇത് അദ്ദേഹം എല്ലാ പ്രാവശ്യവും ചെയ്യുന്നതുകൊണ്ട് നമുക്കിതൊരു പുതുമയായി തോന്നാറില്ല എന്നുള്ളതാണ്. ഫണ്ടിൻ്റെ അപര്യാപ്തത ഫോറസ്റ്റിനകത്തുണ്ട്, അത് യാഥാർത്ഥ്യമാണ്. കാരണം ഫെൻസിങ് മെയിൻ്റനൻസ് നടത്താറുണ്ട്, അല്ലെങ്കിൽ ട്രെഞ്ച് മെയിൻ്റനൻസ് നടത്തണം. ഇതിന് പണം അനുവദിച്ചിട്ട് എത്ര കാലമായി? പണം കൃത്യമായി അനുവദിക്കുന്നില്ല. അതിൻ്റെ DFOമാരുടെ മീറ്റിംഗ് ശ്രീ പ്രിയങ്ക ഗാന്ധി MP ഇവിടെ വിളിക്കുകയും ഇതുമായി ചർച്ച ചെയ്യപ്പെടുകയും കാര്യത്തിലും അവർ ഫണ്ടിൻ്റെ ലഭ്യതക്കുറവിനെക്കുറിച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് പറയാൻ കഴിയുന്ന ആരോടാണ്? കേരളത്തിലെ അവർ ഉയർന്ന ഉദ്യോഗസ്ഥരോടും അത് അവരുടെ മന്ത്രിയോടും എത്രയോ തവണ അവർ പറഞ്ഞിട്ടുണ്ട്. ഒരു നടപടിയും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഫണ്ടിൻ്റെ ലഭ്യത കുറവുണ്ട്, അതുകൊണ്ട് മെയിൻ്റനൻസ് നടക്കുന്നില്ല. ഇത് ബാധിക്കുന്നത് വയനാട്ടിലെ ഏറ്റവും പാവപ്പെട്ട ജനങ്ങളെയാണ്. ഒരു വിഷയമുണ്ടാകുമ്പോൾ വീണ്ടും ജനങ്ങൾ ചോദിക്കുമ്പോൾ ഇന്നും അവിടെ പറയുന്നത് ഫണ്ടിൻ്റെ അപര്യാപ്തത. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, സംസ്ഥാന ദുരന്തമായി വന്യമൃഗ ആക്രമണങ്ങളെ സർക്കാർ പ്രഖ്യാപിച്ചു എന്ന് പറയുന്നു. നല്ല കാര്യം. അങ്ങനെയാണെങ്കിൽ സംസ്ഥാന ദുരന്ത നിവാരണത്തിൻ്റെ ഭാഗമായുള്ള ഫണ്ടുകൾ ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, എവിടെയാണ് എന്നുള്ളത് സർക്കാർ വ്യക്തമാക്കണം. കാരണം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞ് മന്ത്രി പോയതല്ലാതെ പ്രത്യേകിച്ചൊരു കാര്യവുമില്ല. ഇപ്പം നമ്മൾ മരണപ്പെട്ട ആളുകൾക്ക് 11 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ നഷ്ടപരിഹാരവും 1 ലക്ഷം രൂപ ഇൻഷുറൻസുമാണ് നൽകുന്നത്. സംസ്ഥാന ദുരന്തം എന്നുള്ള രീതിയിൽ ആ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും കൂടുതൽ തുക അവരുടെ കുടുംബത്തിന് കൊടുക്കാൻ പറ്റണം. കാരണം ഇന്ന് മരണപ്പെട്ട ആളുടെ 4 പെൺകുട്ടികളാണ്. ചെറിയ കുട്ടിയെ എടുത്തിരിക്കുന്നത് മൂത്ത കുട്ടിയാണ്. അവരവിടെ ഉണ്ട്. 4 പെൺകുട്ടികളുള്ള കുടുംബം ഇനി ജീവിക്കണം. ആ ജീവിക്കേണ്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രയാസകരമാണ്. കാരണം ഞാൻ ആ കണക്കുകൾ 2024 ജനുവരി 31 മുതൽ, അത് ഏറ്റവും പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാണ്, ഏറ്റവും അടുത്താണ് 2024 കഴിഞ്ഞ വർഷം. അവിടെ നിന്നും ഈ ജനുവരി 25 ഏറ്റവും ഒടുവിലെ കണക്ക്, ഇന്നത്തെ 3 ഒഴിച്ചുള്ള കണക്കുകൾ നോക്കുമ്പോൾ 13 കുടുംബങ്ങളാണ് അനാഥമാകുന്നത്. രാധയിൽ തുടങ്ങി രാധ, വിമൽ, സോഫിയ, സരോജിനി, മണി, അങ്ങനെ ഒരുപാട്, എത്ര രാജു, സുൽത്താൻ, പോള്, ലക്ഷ്മണൻ, അങ്ങനെ എത്രയോ ആളുകളുടെ കുടുംബമാണ് കണ്ണീര് വാർത്തിങ്ങനെ കഴിഞ്ഞു പോകുന്നത്. മലയോര ജനതയെ വന്യമൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കുകയാണോ ഈ സർക്കാർ എന്ന വിഷയമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ശ്രീ ജോൺ പെരുവന്താനം, അങ്ങ് നേരത്തെ പറഞ്ഞല്ലോ, ഈ ശാസ്ത്രീയമായ പരിശോധന, ഗവേഷണം, ഇതൊക്കെ തന്നെ ലോങ് റണ്ണിങ്ങിൽ എന്നേ നടത്തേണ്ടതായിരുന്നു. അപ്പോൾ അതൊന്നുമല്ല, നമുക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാൻ കഴിയും? നിലവിലുള്ള പ്രഖ്യാപനങ്ങൾക്ക് വന്ന് നടത്തുന്നുണ്ട്, ഓരോ സംഭവങ്ങൾക്ക് ശേഷം അതിന് അപ്ഡേഷൻ ഉണ്ടാകുന്നുണ്ടോ? എവിടെയാണ് പിഴവ് പറ്റിയത്? അവസാനമായി കേരള സർക്കാരിനെ കൊണ്ട് തീർച്ചയായിട്ടും ഈ കാര്യം നടക്കില്ല. കേന്ദ്രത്തിന്റെ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവണം. ഇതൊരു ദേശീയ ദുരന്തം തന്നെയാണ്. കാരണം വെച്ചാൽ ഒരു വ്യക്തിയുടെയോ ഒരു കുടുംബത്തിന്റെയോ പ്രശ്നമല്ല, അല്ലെങ്കിൽ കുറച്ച് വ്യക്തികളുടെയോ കുറച്ച് കുടുംബങ്ങളുടെ പ്രശ്നമല്ല. ഇത് നാളെ കേരളത്തില് ആയിരക്കണക്കിന് ആളുകളെ ബാധിക്കാം. 1-2 ആളുകളുടെ മരണമല്ല, ആയിരക്കണക്കിന് ആളുകളുടെ മരണം ഉണ്ടാവാം.
അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന് ശാസ്ത്രീയമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കിയേ മതിയാവും. അതിനുവേണ്ടി കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടി ഇടപെടൽ ഇതിനകത്ത് ഉണ്ടാവണം. കേരളത്തിലെ വനഭൂമിക്കകത്ത് പകുതി ഇടവും ഇപ്പോ വിദേശ വൃക്ഷങ്ങളാണ്. തേക്കായാലും മാഞ്ചിയായാലും അക്കേഷ്യയായാലും സെന്നയായാലും അങ്ങനെ തുടങ്ങിയിട്ടുള്ള വൃക്ഷങ്ങളാണ്. അവിടെ ഒന്നും വന്യജീവികൾക്ക് ഒരു തീറ്റം കിട്ടുന്നില്ല, വെള്ളവും കിട്ടുന്നില്ല. അപ്പോ ആ സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് വന്യജീവികൾക്ക് തീറ്റയും വെള്ളവും വനത്തിൽ ഉണ്ടാക്കുന്നതിന് ഉൾപ്പെടെ, അതുപോലെ ജനവാസ മേഖലയില് കാടിന്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ ഏതാണ്ട് 800ഓളം പോക്കറ്റുകൾ വനത്തിനുള്ളിലുണ്ട്. അവിടെയുള്ള ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ, വനത്തിന്റെ ഈ അതിർത്തിയുടെ ഈ നീളം കുറച്ചെടുക്കുന്നതിനുള്ള സംവിധാനങ്ങൾ, അങ്ങനെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കണം. ഫെൻസിങ് ശക്തമാക്കണം. അതുപോലെ നിരീക്ഷണം വളരെ ശക്തമാക്കണം. എല്ലാ സ്ഥലത്തും ക്യാമറകൾ വെക്കുകയും അതുപോലെ ചിപ്പ് ഘടിപ്പിച്ച് ഒരു പ്രദേശത്തുകൂടി വന്യജീവി പോകുന്നുണ്ടെങ്കിൽ ആളുകളുടെ ഫോണിൽ മെസ്സേജ് കൊടുക്കാനുള്ള സംവിധാനം ഉൾപ്പെടെയുള്ള ആധുനികമായിട്ടുള്ള സംവിധാനങ്ങൾ, അതിനുള്ള എല്ലാ സംവിധാനവും നമുക്കുണ്ട്. ആ സംവിധാനങ്ങൾ ശാസ്ത്രീയമായി ഉപയോഗിച്ച് മനുഷ്യരെ ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷിക്കണം എന്നുള്ളതാണ് എൻ്റെ ഈ പ്രശ്നത്തിലുള്ള നിലപാട്. എന്തായിരുന്നാലും കേരളത്തിലെ വനംവകുപ്പിലെ ജീവനക്കാര് കൂട്ടത്തോടെ പിരിഞ്ഞു പോകുന്ന സ്ഥിതിയാണുള്ളത്. കാരണം വെച്ചാൽ അവർക്ക് ഈ സമ്മർദ്ദം താങ്ങാൻ പറ്റില്ല. ഓരോ പ്രദേശത്തും ദുരന്തം ഉണ്ടാകുമ്പോൾ ജനങ്ങള് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ മീതെയാണ് ആക്രമിച്ച് കടന്നാക്രമണം നടത്തുന്നത്. പാവം മനുഷ്യരാണ് അവരും, നമ്മളെപ്പോലുള്ള മനുഷ്യരാണ്. ജീവിക്കാൻ വേണ്ടി ഒരു തൊഴിൽ കിട്ടി ആ തൊഴിലിടത്തിൽ ചെല്ലുന്നു. പക്ഷെ ഇത്തരം ദുരന്തങ്ങൾ ഇവിടെ ഉണ്ടാവുന്നു. അവർക്കൊന്നും ചെയ്യാൻ നിർവാഹമില്ല. ഇപ്പോ ഫോറസ്റ്റിലെ ജീവനക്കാരുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കണം, എണ്ണം വർദ്ധിപ്പിക്കണം. ഇപ്പോഴും അവരുടെ കയ്യിൽ ആകെയുള്ളത് ഒരു ടോർച്ചും ലാത്തി മാത്രമാണ്. അതുകൊണ്ടൊന്നും ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റത്തില്ല. ശാസ്ത്രീയമായിട്ടുള്ള ഉപകരണങ്ങൾ വേണം. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അത് ശ്രീ ജോൺ പെരുവന്താനം പങ്കുവെച്ചത്. കാരണം എല്ലാ രീതിയിലും, കാരണം നമ്മൾ അവരും മനുഷ്യരാണ്. നമുക്ക് സംരക്ഷകരായി നമ്മൾ നിയോഗിച്ചിരിക്കുന്ന ആളുകൾ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ആക്ഷേപിക്കുകയല്ല, പക്ഷേ കാര്യശേഷി അവരെ വർദ്ധിപ്പിക്കണം. അവർക്ക് സംവിധാനങ്ങൾ കൂടുതലായി കൊടുക്കണം. ശ്രീ സംഷാദ് മരക്കാർ, അവസാനമായി, കാരണം നമുക്ക് യോജിച്ച് നിന്ന് എത്രയോ സംഭവങ്ങൾ ഉണ്ടായി. ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസമാണ് പ്രിയങ്ക ഗാന്ധി എം പി അവിടേക്ക് എത്തുന്നത്. അപ്പോൾ നമുക്കുള്ളതൊരു ദേശീയ മുഖമായിട്ടുള്ള, കോൺഗ്രസിന്റെ മുഖമായിട്ടുള്ള എം പി ആണ് ആ നാട്ടിൽ നിന്നുള്ളത്. അപ്പോൾ കേന്ദ്രത്തിന്റെ ശ്രദ്ധയിലടക്കം ഇക്കാര്യങ്ങൾ കൊണ്ടുവന്ന് പ്രഷർ ചെയ്യിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് ഉത്തരവാദിത്തോടുകൂടി ഈ സംവിധാനം കുറച്ചുകൂടി പരുവപ്പെട്ട രീതിയിൽ ഓരോ ദിവസവും ഓരോ കുടുംബങ്ങൾ അനാഥമാകാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തീർച്ചയായും ജോൺ പെരുവന്താനം പറഞ്ഞതുപോലെ നമ്മളെല്ലാ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും മോശക്കാരാണ് എന്നല്ല. കൃത്യമായി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്കതിൽ അവരോട് അഭിമാനം മാത്രമേ ഉള്ളൂ, അവരോട് സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു ജോലിയും ചെയ്യാതിരിക്കുന്ന ചില ഉദ്യോഗസ്ഥരും ഫോറസ്റ്റ് വകുപ്പിനകത്തുണ്ട്. അവർ ഇത്തരം ചില പ്രതിഷേധങ്ങൾ വരുമ്പോഴാണ് അവർ രംഗത്ത് വരുന്നത്. അപ്പോൾ ജനം അവരെ ചോദ്യം ചെയ്യുമെന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അവർ കൃത്യമായി ജോലിയെടുത്ത ജനം അവരോടൊപ്പം നിൽക്കും. അത് രണ്ട് കാര്യങ്ങളാണ്. പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ ഇത് കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും ഒക്കെ ഒരു ഇടപെടലിൻ്റെ ഭാഗമായി വരണം. കർണാടക, തമിഴ്നാട്, കേരള അതിർത്തി പങ്കിടുന്ന വയനാട് ജില്ലയിൽ ഈ 3 സംസ്ഥാനങ്ങളെയും ഉന്നത ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് വിളിക്കണമെന്ന് നമ്മൾ നിരന്തരം ആവശ്യപ്പെടുകയും ഒരു തവണ ആ മീറ്റിംഗ് വിളിക്കുകയും ചെയ്തു. അന്ന് ശ്രീ രാഹുൽ ഗാന്ധി എം പിയാണ് കർണാടകയുമായി ബന്ധപ്പെടുകയും അത്തരമൊരു മീറ്റിംഗ് കോർഡിനേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തത്. അതിനുശേഷം ആ മീറ്റിംഗ് എടുത്തിട്ടില്ല. ഇന്ന് ആക്രമണം നടന്ന റോഡിൻ്റെ ഒരു വശം കേരളവും റോഡിന് മറുവശം തമിഴ്നാടുമാണ്. അവിടുത്തെ ആളുകളുടെ ആവശ്യം 2 സംസ്ഥാനവും യോജിച്ച് ചില കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ അത്തരം ചില ഇടപെടലുകൾ സംസ്ഥാന തലത്തിൽ നിന്നും സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി വേണം. അതിനോടൊപ്പം കേന്ദ്ര സർക്കാരിൻ്റെ സഹായവും വയനാടിന് വേണമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ വനം വകുപ്പിനോട് പറയുകയും കഴിഞ്ഞ ഒരു വർഷമായി ആ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയും നമുക്ക് ഏത് രീതിയിൽ ഇടപെടൽ നടത്തണമെന്നും കഴിഞ്ഞ മീറ്റിങ്ങിലും പ്രിയങ്ക ഗാന്ധി എം പി വനം വകുപ്പ് ഉദ്യോഗസ്ഥരോട് പറയുകയും അടുത്ത വരവിൽ നമുക്ക് ഒരുമിച്ചിരുന്ന ആ മാസ്റ്റർ പ്ലാൻ ഡിസ്കസ് ചെയ്യണമെന്നും കൂടുതൽ പണം ലഭ്യമാക്കുന്ന വഴികൾ CSR ഫണ്ടടക്കം രാജ്യസഭാ എം പിമാരുടെ ഫണ്ടടക്കം കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കേരള സർക്കാരിൻ്റെ വിഹിതം അങ്ങനെ എല്ലാം ചേർത്തുകൊണ്ട് നമുക്കൊരു പ്ലാൻ ചെയ്യണമെന്നും പറഞ്ഞിട്ട് അതിനൊക്കെ നമ്മൾ തയ്യാറാണ്. പക്ഷേ ഉത്തരവാദിത്വത്തോടുകൂടി ചില കാര്യങ്ങൾ ചെയ്യാൻ സർക്കാർ മുന്നോട്ട് വരണം. ആ ഉത്തരവാദിത്വം ജനങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം നൽകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാകണം. എല്ലാം കഴിഞ്ഞു വന്ന് പ്രകീർത്തിച്ചു പോകുന്ന ഒരു മന്ത്രിയല്ല ഞങ്ങൾക്ക് വയനാട്ടിൽ ആവശ്യം. തീർച്ചയായും മന്ത്രി കേൾക്കുന്നുണ്ടെങ്കിൽ, മന്ത്രിയുടെ സംവിധാനങ്ങൾ ഇത് ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും മന്ത്രി ഉടൻ ഈ 3 അവസാനത്തെ വീടുകളിലും സന്ദർശിക്കണം. പേരിന് ഒരു തട്ടിക്കൂട്ട് യാത്രയോ സന്ദർശനമോ ആകാതെ കാര്യശേഷിയോടുകൂടി ഇനിയെങ്കിലും ഒന്ന് ഇടപെടണം. കാരണം മലയോരത്തെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർത്ത്, അവരുടെ കുടുംബങ്ങളെ ഓർത്ത്, അവരുടെ മക്കളെ ഓർത്തെങ്കിലും ചെയ്യേണ്ടതാണ്. വളരെയധികം നന്ദി ശ്രീ സംഷാദ് മരക്കാർ. ഒപ്പം ഷീജ സതീഷ്, പഞ്ചായത്ത് പ്രസിഡന്റ് നൂൽപ്പുഴ, ജോൺ പെരുവന്താനം ചർച്ചയിൽ പങ്കെടുത്ത് പ്രതികരണങ്ങൾ അറിയിച്ചത്.